ഹലോ, നമസ്കാരം. ജെ.കെ. വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജിൻഷ ശിവൻ. ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് ഒരു ലെമൺ ടീ കുടിക്കുകയായിരുന്നു. എപ്പോഴും എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണിത്. കിച്ചണിലത്തെ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ കുടിക്കുമ്പോൾ ലെമൺ ടീ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. അപ്പോൾ അത് കുടിക്കുമ്പോഴാണ് എന്താ പറയുക, നമ്മുടെ റീൽസൊക്കെ ഇങ്ങനെ മൊബൈലിൽ കണ്ടിരിക്കുക, വീട്ടിലേക്ക് ഫോൺ ചെയ്യൽ, ഇതൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് ചായ കപ്പും കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു കംഫർട്ടാണ്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്ന സമയത്ത്, എല്ലാവരും ചായ കുടിച്ചില്ലേ, കുടിക്കുന്ന സമയത്താണ് ഞാനൊരു റീല് കാണാനിടയായത്. ആ റീല് നിങ്ങൾക്ക് കാണിച്ചു. എടി ക്യാമറ ഇതെന്നതാണ് വിരിച്ചിട്ട് ബെഡ്ഷീറ്റ് അല്ല വില ചെയ്തിട്ട് അങ്ങോട്ട് വലിച്ചിട്ട് അവിടെ വലിച്ചു കയറ്റും. കുട്ടികളെന്ന് പറയണമെന്നില്ല, നമ്മളായാലും കിടന്ന് നേരം വെളുക്കുമ്പോഴത്തേനും ബെഡ്ഷീറ്റ് നമ്മുടെ കാലിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിരിച്ചു കൊടുത്തിട്ട് എന്താ പറയാ, ആളെ തിരിച്ചു കിടത്തുമ്പോ ബെഡ്ഷീറ്റൊക്കെ ഒപ്പം പോരും. ഒപ്പം അങ്ങോട്ട് ആളെ തിരിച്ചു കിടത്തണോടൊപ്പം ബെഡ്ഷീറ്റും ചുരുണ്ട് പോരും. അപ്പൊ അതൊക്കെ നിവർത്തിയിടാൻ നിൽക്കണം. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു തരം നമ്മുടെ സാധാ ബെഡ്ഷീറ്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കോട്ടൻ്റെ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ പോളിസ്റ്ററിൻ്റെ സാധാ ബെഡ്ഷീറ്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഈ കിടക്കൊക്കെ സൈഡിൽ ഇങ്ങനെ എന്താ പറയുക, സൈഡിൽ കൂടി വലിച്ചിടാവുന്ന തരത്തിൽ ഞാൻ കാണിച്ചു തരാത്. അങ്ങനത്തെ ബെഡ്ഷീറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാനൊക്കെ സാധാരണ ഒരു ഫാമിലിയിലുള്ളതാണ്. അപ്പോൾ ഞാനിത് പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റിൻ്റെ കാര്യം എന്ന് പറയണം, നമ്മുടെ ആളുകളോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ കൂടി എന്നെ കളിയാക്കി. കാരണം ഇതൊക്കെ ഇഷ്ടം പോലെ നാട്ടിൽ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇനി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ലോണ്ട്രിയിലേക്ക് പോകാം. അതിന് മുൻപ് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരേ. ആ വീഡിയോ ഒന്ന് കാണണേ. കിടക്കുമ്പോ ഓരോ വേണ്ട, ഇത് എന്തുവാ ഇത്? ഞാൻ ക്യാമറയിൽ ഇത് കയറ്റിയായിരുന്നോ? അത് കണ്ടില്ലേ, ആ മോള് തിരിഞ്ഞു കിടക്കുമ്പോ ബെഡ്ഷീറ്റ് ഒക്കെ വന്ന് കിടക്കണത്. എന്റെ പിള്ളേർ ഇതുപോലെ തന്നെയാണ്. പാടിനായിട്ടുണ്ടോ? നമ്മളങ്ങനെ തന്നെ. പിന്നെ നമ്മള് മറ്റേ ടെക്ക് ചെയ്ത് വെക്കാന്ന് പറയില്ലേ, ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങള് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ ബെഡ്ഷീറ്റ് ടെക്ക് ചെയ്യണത്, നഴ്സിങ്ങിന്റെ ആദ്യ പഠന കാലത്ത് തന്നെ ഫസ്റ്റ് പഠിപ്പിക്കുന്ന ഒരു കാര്യം ബെഡ്ഷീറ്റ് എങ്ങനെ ടെക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും അതങ്ങനെ ടെക്ക് ചെയ്ത് വെക്കാൻ അറിയില്ല. പിന്നെ എത്ര ടെക്ക് ചെയ്ത് വെച്ചാലും തിരിഞ്ഞു മറിഞ്ഞൊക്കെ പേഷ്യൻസ് തന്നെ തരികയും അല്ലെങ്കിൽ നമ്മൾ ചെരിച്ച് കിടത്തൊക്കെ ചെയ്യുമ്പോൾ ബെഡ്ഷീറ്റ് അതിൻ്റെ ഒപ്പം പോരും. അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുന്നേ നാട്ടിലത്തെ നമ്മുടെ സാധാരണ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഇത് ബെഡ്ഷീറ്റ് പുതപ്പൊക്കെ ആയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് പറഞ്ഞ പോലെ സാധാരണ പോലെ തന്നെ നമ്മുടെ കൂടെ അങ്ങോട്ട് പോരും. ഇവിടെയെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് ഇവിടെ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്. ഇതിൻ്റെ തുണിയുടെ ഗുണമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ആ ഒരു മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ എല്ലാ ബെഡ്ഷീറ്റുകളും ഈ മൂലഭാഗം ഉണ്ടല്ലോ, അതായത് ഈ 4 കോണുകളിലും ഇതുപോലെ അടിച്ചിട്ടുണ്ടാവും. കണ്ടോ? ഇതുപോലെ അടിച്ചിട്ട് ഒരു കഷ്ണം അലാസ്റ്റിക് വെച്ചിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പം ഇതാവുമ്പോൾ കറക്റ്റ് ബെഡിൻ്റെ അളവിനാണ് ഇത് തയ്ക്കണത്. ഇതിൻ്റെ 4 കോണുകളും ഇങ്ങനെ വെച്ച് അടിച്ച്, കോണുകളും തമ്മിൽ കൂട്ടി അടിച്ചിട്ട് ഇങ്ങനെ അലാസ്റ്റിക് വെച്ച് അടിച്ചിരിക്കുകയാണ്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈറ്റ് ആക്കിയിട്ട് അതിങ്ങനെ ഇടാം. 4 മൂലയും കറക്റ്റ് ടൈറ്റ് ആക്കിയിട്ട് ആ ബെഡുമ്മൽ അത് ഇടാൻ പറ്റും. അങ്ങനെ നമ്മൾ ബെഡുമ്മൽ ഈ ബെഡ്ഷീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ തിരിഞ്ഞാലും അതിങ്ങോട്ട് പോരില്ല. കാരണം ആ നമ്മുടെ ബെഡിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ ആ ഒരു അലാസ്റ്റിക് അതിൻ്റെ അടിയിലേക്കായിട്ട് കിടന്ന് നല്ല കംഫർട്ടായിട്ട് പേഷ്യൻറ്റിനെ എങ്ങനെ ചെരിച്ചാലും ആ സംഭവം അങ്ങനെ പെട്ടെന്ന് പോരില്ല. ഞാനൊന്ന് കാണിച്ചു തരേ. ഇപ്പോൾ ഈ ബെഡിനെ സംബന്ധിച്ച് ഇപ്പം ഇങ്ങനെ ഇത് ബെഡ്ഷീറ്റാണ്. ഈ ബെഡിൻ്റെ ഇവിടേക്ക് ഇത് വന്നിരിക്കണുണ്ടോ? ഈ സംഭവം അലാസ്റ്റിക് വെച്ച് തയ്ച്ചിട്ടുള്ളത് ഇത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പെട്ടെന്ന് പിടിച്ച് വലിച്ചാലും ഇതങ്ങോട്ട് പോരില്ല. ഇപ്പോൾ വീഡിയോയും എല്ലാം നമ്മൾ തന്നെ കാണിച്ച് തരേണ്ടത് കൊണ്ട്, ഇവിടെ വേറെ ആരും ഹെൽപ്പിനില്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അലാസ്റ്റിക് വെച്ച സംഭവം ഇങ്ങനെ 4 മൂലയ്ക്കലും അലാസ്റ്റിക് വെച്ചിട്ട് ഇതിൻ്റെ ഈ താഴെ ഭാഗം ഫുള്ള് അലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അടിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല രസമായിട്ട് കംഫർട്ടായിട്ട് ഇതിങ്ങനെ കിടക്കും. കണ്ടോ?
അപ്പോൾ മനസ്സിലായില്ലേ? അങ്ങനെ നമ്മളുടെ നാട്ടിലത്തെ എൻ്റെ പേഷ്യൻസിനോട്, അതായത് എൻ്റെ പാലിയേറ്റീവിലത്തെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളോടാണ്, അവരുടെ വീട്ടുകാരോടാണ് ഞാൻ പറയണത്. അത്തരത്തിലുള്ളവർക്ക് പ്രത്യേകിച്ചും അവരുടെ ബെഡ്ഷീറ്റ് സാധാ ഒരു കോട്ടൻ്റെ തുണിയായാലും മതി, അതായാലും ബെഡിൻ്റെ കറക്റ്റ് അളവെടുത്തിട്ട് അതിൻ്റെ സൈഡിലൊന്ന് 4 മൂല ഭാഗത്തും ഒന്ന് അടിച്ച്, ടൈലറിങ് മെഷീൻ വെച്ചിട്ടൊന്ന് തയ്ക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് തുന്നിയിട്ടായാലും അതൊന്ന് അടിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു അലാസ്റ്റിക് വെക്കുക, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ തയ്ച്ചാൽ മാത്രം മതി. എന്നിട്ട് ഇതിന് ശരിക്കും നമ്മുടെ ബെഡിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ കിടന്നോളും. പെട്ടെന്ന് പേഷ്യൻറ്റിനെ, രോഗീനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുമ്പോഴും ഒന്നും അത് കൂടെ പോരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല. ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കണ്ട. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ട സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, കാണാം. ബൈ.